ചേച്ചിയുടെ കോളേജ് ലൈഫിലൊക്കെ ചേച്ചി എന്താ പറയാ ഒരു ഭയങ്കര ഒരു റോൾ മോഡൽ മാതിരിയായിരുന്നു ഫോർ ദ ഗേൾസ്. ഞാൻ വളരെ ഷൈ ആയിരുന്നു. പക്ഷെ ചേച്ചി നല്ല വർത്താനം ഒക്കെ പറയുമായിരുന്നു അല്ലേ? കാണുന്ന സമയത്ത് ആണോ ചേട്ടാ? ഇൻട്രോവേർട്ട് ആയിരുന്നു. ചേച്ചിനോട് വർത്താനം പറഞ്ഞ ഐ ലവ് യു എന്ന് പറയാൻ പറ്റിയോ? എത്രയോ ആ കഥയൊന്ന് പറയാമോ വേണ്ട പ്ലീസ് ചേച്ചി? നമ്മുടെ കാര്യം ഒരു എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വൺ ലൈനായിട്ട് പറയാം. ജവഹർ നഗറിൽ താമസിക്കുന്നു. ഞങ്ങൾ വിഷ്വൽ ചെയ്യാം. ഞാൻ തൈക്കാട് താമസിക്കുന്നു, അമ്മങ്കോലിന്റെ തൊട്ടപ്പുറത്ത്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എന്നും അവിടെ ഇറങ്ങി നിൽക്കും. എന്തിനാണെന്നറിയാമോ? യെസ്, എക്സാക്ട്ലി. അതായത് അമ്പലത്തിൽ വരുന്ന കുട്ടികളെ നോക്കാൻ. അതിൽ നല്ല കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഞാൻ പറയും ഇടയാ പോയിട്ട് ഒരു ചെരുപ്പം കടിക്കാൻ പറയും. ചെരുപ്പ് മാറ്റാൻ പറയോ? ആ ഒരു ചെരുപ്പ് തട്ടി അവിടെ ഓടയുണ്ടല്ലോ, തട്ടിയിട്ട് ആ ഓടയ്ക്കകത്തോട്ടും കിടും. ഇതൊക്കെ എന്തെല്ലാം പറയാൻ പറ്റുമോ ഇപ്പൊ? സത്യം അറിയുന്നില്ലേ? ഇങ്ങനെ പ്രായമായി വരുന്നതോറും ചേച്ചിയുടെ ചെരുപ്പ് ചേച്ചിയുടെ ചെരുപ്പല്ല കേട്ടി, ചേച്ചിയാ തട്ടിയത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയം. അപ്പൊ ഈ പെൺകുട്ടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ചെരുപ്പ് കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് പറ്റി, ചെരുപ്പ് കണ്ടില്ല. ഓ ഇത് ഇവിടെ കിടക്കുന്ന ആരും ഇത് കാണിച്ചെന്തെന്ന് വേറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു അതീവ സുന്ദരി ഇങ്ങനെ പോകുന്നു, തിരിച്ച് ശാസ്താംകോലി പോകുന്നു, തിരിച്ചു പോകുന്നു. ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല? ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വിട്ടുകൊടുക്കും. മൈൻഡ് ചെയ്യാവൂ. അല്ല അന്ന് എന്നൊക്കെ നമ്മൾ ഇത്രേ ഉള്ളെന്ന്, ഇവരെ പോലൊന്നും വലിയ ഗ്ലാമർ ഒന്നും ഇല്ല. എന്റെ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ എന്റെ സംഗീതം, അത് മതിയല്ലോ. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് ഞാൻ KL 51 എന്ന് പറഞ്ഞൊരു വണ്ടി വാങ്ങിക്കും. എല്ലാം കോയിൻസിഡൻസ് ആണ്. വണ്ടി വാങ്ങിക്കുന്നു, എന്നിട്ട് നേരെ പോകുന്നു, പോയിട്ട് ഈ വണ്ടിയിൽ പോയി അവിടെ നിൽക്കുന്നു, എന്നിട്ട് വീണ്ടും വെളിയിൽ ഇറങ്ങിക്കുന്നു. ഇവിടെ പാസ് ചെയ്ത് ജബർനഗറിൽ പോകും. ആ വീട്ടിൻ്റെ ഇടയിൽ പോകുന്നു, അവിടെ ചെന്ന് നിൽക്കുന്നു. ഒന്നും പറയണ്ട, അവസാനം എനിക്ക് വട്ടായി. ആഹാ മൈൻഡ് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. മറ്റേ അപ്പൊ ഞാൻ ചിത്രത്തിലൊക്കെ പാടി മറ്റേ കാസറ്റും ഒക്കെ ഇറങ്ങി. മറ്റേ സരിഗമ പനി പമരി സരി സരിഗമ പനി പമരി സരി മഗമ പനി പമരി സനി സരിഗമ. ആ കീർത്തനങ്ങളൊക്കെ പാടി ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വാശിയായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പേപ്പറിൽ നമ്പറൊക്കെ ചുരുട്ടിയിട്ട് ഞാൻ ഇട്ട് വീടിൻ്റെ നടയിൽ ഇട്ട് കൊടുത്തു. അതിലും വർക്കൗട്ടായില്ല. അത് എല്ലാം ചീറ്റിയിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് ഇന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു റെക്കോർഡിങ് കരിങ്ങണി സ്റ്റുഡിയോ നടക്കുന്നു, സൗകര്യം ഉണ്ടേ വാ കേക്ക്. ഒരു പരിചയമില്ലാതെ ഡയറക്റ്റായിട്ട് ചെന്ന് പറഞ്ഞു MGS അവർക്ക് അറിയാം. അത് തന്നെ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്. സുരേഷ് ഗോപിയുടെ പടം നാഗപഞ്ചമി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയും ശോഭനയും. അപ്പോൾ നമ്മുടെ പാടുന്ന സുജാതയൊക്കെ ഉണ്ട്, കുറേ പെൺപിള്ളേരുണ്ട്, ഗ്രൂപ്പുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ചേട്ടന് ആ പാട്ട് പടം ചെയ്യാൻ പ്രയാസമായിട്ട് വന്ന് ചേട്ടൻ്റെ പിഴിച്ചിലിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അങ്ങനെ ഞാൻ നല്ലൊരു പാട്ട് കൈതപ്രം സാറായിരുന്നു എഴുതിയത്. അപ്പോൾ ഇവള് വിളിച്ചു, ഇവള് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കര ഷൈൻ ചെയ്ത് ഒരു മാരുതി കാറൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു, മറ്റേ രാഷ്ട്രീയ വൈഫ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പാട്ട് ഇതാണ്: നെയ്തലാമ്പലാടും രാവിൽ തിങ്കളായെങ്കിൽ എൻ്റെ മാൻകിടാവിനരികിൽ. അങ്ങനെ അതായത് നിന്റെ മുടിയഴകിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ മുടിയെക്കുറിച്ച് വർണ്ണിക്കുന്നു, കണ്ണിനെക്കുറിച്ച് വർണ്ണിക്കുന്നു, അതൊക്കെ ആ പാട്ടിലുണ്ട്. അപ്പം ഒന്ന് ഇമ്പ്രഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെന്നു. പാട്ടൊക്കെ കേട്ടു. ഇവള് സുരേഷ് ഗോപിയൊക്കെ വന്നു, എല്ലാവരും കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവളങ്ങ് പോയി. ഈ പാടിയപ്പോഴൊക്കെ ലുക്ക് കൊടുത്തില്ലേ? ലുക്ക് അത് ബൂത്തിലല്ലേ അതും പറ്റിയില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിയപ്പോഴത്തേക്ക് അവിടെ സുജാതയായിട്ട് സംസാരിക്കുന്നു, പോയി. അവസാനം എനിക്ക് വട്ടായി വീണ്ടും. ഞാൻ ഈ കാറിൽ, എൻ്റെ 51 കാറിൽ ഇതിൻ്റെ കാസറ്റ് അപ്പോൾ റെക്കോർഡ് ചെയ്ത് തന്നെ കിട്ടുമല്ലോ, ഇട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടുമായിട്ട് ഇരുന്ന് രാത്രിയിൽ 9 മണി തൊട്ട് വെളുപ്പിന് 4 മണി 5 മണി വരെ ഇട്ടു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടുകൊടുത്തോളൂ. ഇതൊക്കെയാണൊരു ഇവിടെ ഞാനീ പറയുന്നത് കേട്ടോണ്ട് ആരും ഇതൊന്നും ചെയ്യരുത്. എന്നിട്ട് ജയിലിലല്ല, മിക്കവാറും തീരും. ഞാൻ നേരെ 5:30 മണിയായപ്പോഴത്തേക്ക് ജവഹർലാലിൽ ഇവിടെ വീട്ടിൽ 5:30 6 മണിയായപ്പോൾ 6:30 ആയിക്കണം
ചെന്നപ്പോൾ ഉണ്ട് ഇവിടെ അപ്പൂപ്പൻ, ഇവിടെ അമ്മാവൻ, ഇവിടെ അച്ഛൻ എന്ന് വേണ്ട 3-4 കുടുംബം മൊത്തമുണ്ട്. എല്ലാവരും 5-8 പേരുണ്ട് അതിനകത്ത്. ഞാൻ നേരെ കയറി ചെന്ന് ഇവളുടെ കൈ ഇങ്ങനെ പിടിച്ച് നേരെ പിടിച്ചുകൊണ്ട് വന്ന് വെളിയിൽ വന്നിട്ട് നേരെ വണ്ടിക്കകത്ത് കയറ്റി അങ്ങോട്ട് ആ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി. ചേച്ചി ഞാനൊന്നും പോയില്ല. ഇത് ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊന്നും വന്നില്ല. നിന്നെ പിടിച്ച് വണ്ടി കയറ്റി. വണ്ടി കയറ്റി വണ്ടി ഡോറ് തുറന്ന് പുറത്തിറങ്ങി. എന്തായാലും ഞാൻ അത്രയും ധൈര്യം കാണിച്ചു വീട്ടിനകത്ത് കയറി വന്നിട്ട്. സിനിമ സ്റ്റൈലായല്ലോ. അതെ അതെ. ഇത്രയൊന്നും ഞങ്ങള് പ്രേമിച്ചില്ല. അപ്പൊ പിന്നെ ഈ ചെറുതൊക്കെ കണ്ടുപിടിക്കും. ഇത് ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ഇപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർ മൊത്തം അറിഞ്ഞ അത് ഇനി എത്ര വർഷമായി ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പഴും ഞങ്ങൾക്ക് ഇത് പുതുമയാണല്ലോ. അപ്പൂപ്പനും അമ്മൂമ്മയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വെരി സോറി, ഞങ്ങളായിട്ടില്ല. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, എനിക്ക് 28 നിന്നു, പിന്നെ പോയിട്ടില്ല വളർച്ച. അവിടെ സ്റ്റോപ്പ് ആയില്ലേ ചേച്ചി? എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയല്ലേ ഇത്, ഇവിടെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. വെരി ഹാപ്പി, വെരി ഹാപ്പി. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുപോയ ഒരാളാണ്. അമ്മയായി, അമ്മൂമ്മയായി, അതൊക്കെ ഒരു സ്ത്രീയുടെ ഏറ്റവും ഭാഗ്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. Ali's Kitchen. Let's cook with love.